നമസ്കാരം. ഞാൻ ഡോക്ടർ മനീഷ്, ഭരണിക്കാവ് എലിക്സർ ഹെൽത്ത് കെയറിലെ ഡയബറ്റിസ് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ വിശ്വാസികൾക്കും ആരോഗ്യപൂർവ്വവും പ്രാർത്ഥനാനിർഭരവുമായ ഒരു നോമ്പുകാലം ആശംസിക്കട്ടെ. റമദാനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റിസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് നോമ്പുകാലം. അപ്പം എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ നോമ്പെടുക്കുകയും അതിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് സംശീകരിക്കുകയും ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാം, അല്ലെങ്കിൽ ആരൊക്കെ നോമ്പെടുക്കുമ്പോൾ പ്രമേഹ രോഗികൾ ശ്രദ്ധ കൂടുതൽ ആർക്കൊക്കെ ചെലുത്തേണ്ടതുണ്ട് എന്നതാണ് ആദ്യത്തെ വിഷയം. പറയുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റിസ് ഒരുപാട് വർഷമായിട്ടുള്ളവർ, ടൈപ്പ് 1 രോഗികൾ, അതുപോലെ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, പിന്നെ എപ്പോഴും ഷുഗർ കുറഞ്ഞു പോകുന്ന ആൾക്കാർ, ഹൃദ്രോഗമുള്ളവർ, റിയാക്ഷൻ്റെ അളവ് ഒരു 4 കൂടുതലുള്ള ആൾക്കാർ, സ്ട്രോക്ക് വന്ന ആൾക്കാർ, ഹെവിയായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നവർ, പ്രഗ്നൻറ്റ് ലേഡികൾ, ഇങ്ങനെയുള്ള കുറച്ച് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഈ നോമ്പ് സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അവരവരുടെ നോമ്പിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നോമ്പ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോമീറ്റർ നിശ്ചയമായും വാങ്ങിച്ച് പല നേരങ്ങളിൽ നമ്മുടെ ഷുഗർ രേഖപ്പെടുത്തുക. ഈ രേഖപ്പെടുത്തുന്ന ഷുഗറുമായിട്ട് നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മരുന്നും ആഹാര കാര്യങ്ങളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഡോക്ടർക്ക് പറ്റും. അതിലും നല്ല ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് പാച്ച് പോലെയുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് എല്ലാ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും അറിയാൻ പറ്റുകയും നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്ടർക്കും ഫലപ്രദവും ആരോഗ്യപൂർവ്വമായി നിങ്ങളുടെ നോമ്പുകാലം മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.